അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ്. സുധി മരണപ്പെട്ടതിനു ശേഷമാണ് രേണുവിനെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ പുറത്തു വരുന്നത്. ശേഷം അഭിനയത്തിൽ ചുവടുറപ്പിച്ച രേണു തനിക്ക് കിട്ടാവുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി. സ്ഥിരമായി നാടക നടിയായി. ഒപ്പം കവർ സോങ്ങുകളും ആൽബത്തിലുമൊക്കെ അഭിനയിക്കാനുള്ള അവസരവും രേണുവിന് ലഭിച്ചു. എന്നാൽ ഇതെല്ലാം വിമർശനങ്ങൾ വരുത്തിവെച്ചു. കുപ്രസിദ്ധി ലക്ഷ്യം വെച്ചുയർത്തിയ ആളുകൾക്കൊപ്പം രേണുവിന്റെ അഭിനയം കൂടി വന്നതോടെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. ഇതോടെ കഴിഞ്ഞ കുറെ കാലമായി സൈബർ ബുള്ളിങ്ങിനെ നേരിടുകയാണ് താരപത്നി. ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന നിലപാടിൽ മുന്നോട്ടു പോവുകയാണ് രേണു. എന്നിരുന്നാലും വീണ്ടും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഏറ്റവും പുതിയതായി ഉരുകുതേ എന്ന തമിഴ് ഹിറ്റ് പാട്ടിനൊപ്പം അഭിനയിച്ച വീഡിയോ ആണ് രേണു പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തവണ കലാഭൻ ഷംനാഥ് എന്ന വ്യക്തിയാണ് രേണുവിനൊപ്പം അഭിനയിച്ചിരിക്കുന്നത്. ഒരു പുഴക്കരയിൽ നിന്നുള്ള ഇരുവരുടെയും അഭിനയം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. പാവാടയും ബ്ലൗസുമൊക്കെ ധരിച്ച് ചെറിയ പെൺകുട്ടിയെ പോലെ ഓടി നടന്നും മറ്റുമൊക്കെ രേണു തന്റെ പ്രണയം അഭിനയിച്ചു. മുൻപ് ചെയ്ത ആൽബങ്ങളിൽ നിന്ന് സമാനമായ എക്സ്പ്രഷനായിരുന്നു ഇത്തവണയും. ഇതോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യാപക ആക്രമണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. വീഡിയോ പിന്നെ കാണാം, അതിനു മുൻപ് കമന്റുകൾ ഇട്ട് നിന്ന് നോക്കട്ടെ എന്നായിരുന്നു ആളുകൾ പറയുന്നത്. ഇതൊക്കെ കണ്ട് സുധിച്ചേട്ടന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. എല്ലാ വീഡിയോയിലും ഞെക്കിപ്പിടുത്തം മസ്റ്റാണ് ചേച്ചിക്ക് അല്ലേ, എന്നാലേ അഭിനയം വരികയുള്ളൂ. നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ നിങ്ങളെ കരുവാക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതും മനസ്സിലാക്കാതെ കിട്ടുന്നതിലെല്ലാം ചാടി പുറപ്പെട്ട് അഭിനയിച്ചാൽ നാളെ ഈ മാർക്കറ്റ് പോയ ശേഷം ആരും തിരിഞ്ഞു നോക്കില്ലെന്ന് ചിലർ ഉപദേശരൂപേണ രേണുവിനോട് പറയുന്നു. ഇതുമാത്രമല്ല, രേണുവിന്റെ പ്രവൃത്തി മരിച്ചുപോയ സുധിയുടെ ആത്മാവിന് പോലും സഹിക്കുന്നില്ലെന്നും ചിലർ പറയുന്നു. ഇത്രയും വൃത്തികെട്ട ഒരുത്തിയായിരുന്നു താൻ വിവാഹം കഴിച്ചതെന്ന് പാവം സുധിയുടെ ആത്മാവെങ്കിലും അറിയുന്നുണ്ടാകുമോ? കഷ്ടം, ജീവിക്കാനാണ് പോലും. ചിത്ര ചേച്ചി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ചില വരികൾ പാടുമ്പോൾ ലജ്ജ കൊണ്ട് പറ്റാതെ വരുമെന്ന്. സംസ്കാരമുള്ള അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉളുപ്പ് അല്പമെങ്കിലും വേണം. തെരുവുപട്ടി മലർന്നു കിടക്കും പോലെ കാണുന്ന ആണുങ്ങളുടെ എല്ലാം ഒപ്പം മലർന്നു കിടന്ന വീഡിയോ എടുത്താലേ ഇവൾക്ക് ജീവിക്കാൻ പറ്റുപോലും. വൃത്തികെട്ട സ്ത്രീജന്മം എന്നിങ്ങനെയാണ് രേണുവിനെതിരെ അധിക്ഷേപങ്ങൾ കൂടുന്നത്.